എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എങ്ങനെയാണ് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത്, നമ്മുടെ PDA ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഇനി നമ്മളത് ടിഷ്യൂ കൾച്ചർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ലാമിനാർ നല്ല ക്ലീനായിരിക്കണം, നല്ലപോലെ ക്ലീൻ ചെയ്യണം. നമ്മളും നല്ല ക്ലീനായിരിക്കണം, നമ്മുടെ ഡ്രസ്സും ഒക്കെ നല്ല ക്ലീനായിട്ടായിരിക്കണം നമ്മളിത് ചെയ്യാൻ തുടങ്ങേണ്ടത്. പിന്നെ വേണ്ടത്, ഇതിനാവശ്യം ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നല്ലൊരു സ്പിരിറ്റ് വേണം. പിന്നെ ഒരു നൈഫ്, സർജിക്കൽ ബ്ലേഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ട്യൂസർ, പിന്നെ ടിഷ്യൂ പേപ്പർ. കോട്ടൺ ഞാൻ ഉപയോഗിക്കാറില്ല, കാരണം കോട്ടൺ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ നാര് പോലെ ആയതുകൊണ്ട് ചിലപ്പോൾ അത് നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഡസ്റ്റ്ബിൻ്റെ ഉള്ളിലോട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മൾ ആവശ്യം നമുക്ക് കൾച്ചർ ചെയ്യാനുള്ള PDA ടെസ്റ്റ് ട്യൂബ്, പിന്നെ നല്ല കൂണ്, നല്ല ആരോഗ്യമുള്ള കൂണായിരിക്കണം. അത് ഒരുപാട് വിരിഞ്ഞതും ആവരുത്, എന്നാൽ വിരിയാത്തതും ആവരുത്. കാരണം വിരിഞ്ഞതായിരിക്കണം, ഒരുവിധം വിരിഞ്ഞതായിരിക്കണം, പക്ഷെ ഓവറായിട്ട് വിരിഞ്ഞു പോയതും ആവരുത്, തീരെ വിരിയാത്തതും ആവരുത്. അങ്ങനെയുള്ള കൂണെടുക്കണം. അതിന് എല്ലാം നന്നായിട്ട് നമ്മുടെ സർജിക്കൽ ബ്ലേഡും ട്യൂസറും നമ്മുടെ കൈയും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത്, ഇപ്പോഴും ഞാൻ ലാമിനാർ ഓൺ ചെയ്തിട്ടില്ല, ലാമ്പും ഓൺ ചെയ്തിട്ടില്ല. എല്ലാം റെഡിയാക്കി വച്ചതിന് ശേഷം വേണം നമ്മൾ ലാമ്പ് ഓൺ ചെയ്യാനായിട്ട്. ലാമ്പ് ഓൺ ചെയ്തതിന് ശേഷം ലാമിനാർ ഓൺ ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ആ ഫ്ലെയിമിൽ കാണിച്ചിട്ട് നമ്മുടെ കയ്യും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വേറെ എല്ലാത്തിനൊക്കെ ഉപരി നമ്മൾ കൾച്ചർ ചെയ്യുന്നിടത്ത് ഒരു ലാബ് ഉണ്ടെങ്കിൽ ഒരു 90% കാര്യം സോൾവ് ആവും. ഒരു സജ്ജീകരണം ഇല്ലെങ്കിലും ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ലാമ്പ് വെച്ചിട്ട് അതിൻ്റെ അടുത്തിരുന്ന് നമ്മൾ കൾച്ചർ ചെയ്യുകയാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ സോൾവ് ആയി കിട്ടും. ഇനിയിപ്പോൾ ഞാനത് കൾച്ചർ ചെയ്യാൻ തുടങ്ങുന്നതാണ്. ആദ്യം തന്നെ ആ കൂണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ആ നെക്ക് പോർഷനിൽ നിന്ന് നമ്മളൊരു, ഞാൻ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്, ചെയ്യാൻ പോകുന്നത് 20 mm ടെസ്റ്റ് ട്യൂബാണ്. 25 mm ടെസ്റ്റ് ട്യൂബിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ 20 mm ടെസ്റ്റ് ട്യൂബിൽ കൾച്ചർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു 3 mm ഒരു പീസാണ് ഞാൻ അതിൽ നിന്ന് മുറിച്ചെടുക്കുന്നത്. അത് നമ്മുടെ കൈ സ്പർശിക്കരുത്. അത് പതുക്കെ ബ്ലേഡ് വെച്ചിട്ട് നമ്മളതിനെ പതുക്കെ മുറിച്ചതിന് ശേഷം, അത് എടുക്കുന്നതിന് മുമ്പ്, അത് കയ്യിലെടുത്തതിന് ശേഷം പിന്നെ നമ്മളത് താഴെ വയ്ക്കരുത്. ഏത് സാധനവും, ഇപ്പോൾ ഞാനത് കൂണെടുത്ത് കയ്യിലിരിക്കുന്നുണ്ട്, അതേ കയ്യിൽ തന്നെ ഞാൻ ടെസ്റ്റ് ട്യൂബും വെച്ചിട്ടുണ്ട്. ഇനി ട്യൂസർ ക്ലീൻ ചെയ്ത്, കാരണം ആദ്യം ഞാൻ നൈഫ് വെച്ചിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് ട്യൂബ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിലേക്ക് ആ ട്യൂസർ വെച്ച് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻ എടുത്ത് ടെസ്റ്റ് ട്യൂബിലേക്ക് ഇടാം. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ആവണം. നമ്മുടെ ഒറ്റ രണ്ട് കയ്യിൽ കാര്യങ്ങളെല്ലാം ഒതുക്കണം. ഒരു ടെസ്റ്റ് ട്യൂബ് ആദ്യം തന്നെ കൂണെടുക്കുക, കൂണ് മുറിക്കുക, ഒരു പീസ് താഴെ വെച്ചിട്ട് മറ്റേ പീസ് നമ്മുടെ കയ്യിൽ തന്നെ പിടിക്കുക. അത് ബ്ലേഡ് വെച്ചിട്ട് പതുക്കെ മുറിച്ച് അത് കയ്യിൽ തന്നെ വയ്ക്കുക. വീണ്ടും ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് അതും കയ്യിൽ വയ്ക്കുക. പിന്നെ ട്യൂസർ എടുത്തിട്ട് ആ പോർഷൻ എടുത്ത് ടെസ്റ്റ് ട്യൂബിലേക്ക് ഇടാം. ഇത് പറയുമ്പോൾ തീർന്നു, പക്ഷെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം.
പീടികയിൽ ഇങ്ങനെ വേപ്പറൈസായിട്ട് വെള്ളം നിൽക്കുന്നുണ്ടാവും. ആ വെള്ളം ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ കൾച്ചർ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അത് കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മൾ നൈഫും ട്യൂസറും കത്തി ക്ലീൻ ചെയ്ത് എടുക്കണം. അധികം വലിയ പീസായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കണ്ടാമിനേഷൻ ആവും. അതുകൊണ്ട് വളരെ ഒരു 3 mm പീസ് മതി. പിന്നെ ടെസ്റ്റ് ട്യൂബ് നമ്മൾ ഈ ഫ്ലെയിമിൽ കാണിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. സൈഡിൽ നിന്ന് മാത്രം കാണിക്കുക. അപ്പോൾ ആ വായുവട്ടം മാത്രം ഫ്ലെയിമിലാവും. കാരണം ഇത് ഹീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പീടിയ മെൽറ്റാവും. അതൊക്കെ സൂക്ഷിക്കണം. അത് രണ്ടാമത് ചെയ്തെടുത്തതിൽ ഒരു പീസ് ടെസ്റ്റ് ട്യൂബ് കൾച്ചർ ചെയ്ത് വെച്ചു. രണ്ടാമത്തെ എടുത്തത് എനിക്ക് കട്ട് ചെയ്തത് അത്ര കറക്റ്റായിട്ട് പീസ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനത് മാറ്റി അടുത്ത പീസ് എടുത്തു, വേറെ കൂണെടുത്തു. കാരണം നമ്മുടെ മനസ്സും കൂടി ഇതിലൊരു വലിയ പങ്കുണ്ട്. നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആദ്യം വേണം. നല്ല കോൺഫിഡൻസും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോൾ പറ്റില്ല എന്ന് കണ്ടാൽ മാറ്റി അടുത്തെടുക്കുക. അപ്പോൾ എനിക്കത് കട്ട് ചെയ്തപ്പോൾ അത് ശരിയല്ലാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അടുത്ത പീസ് എടുത്തു. അതിൽ നിന്ന് ഇത് വലിച്ച ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ 3 mm പീസ് എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുക്കണം. ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ടെസ്റ്റ് ട്യൂബും കൂണും എല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിമിൻ്റെ അടുത്തായിരിക്കണം അത്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ടെസ്റ്റ് ട്യൂബിൻ്റെ വായുവട്ടം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിമിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം ക്ലോസ് ചെയ്യുന്നവരെ. ഞാൻ പറഞ്ഞില്ല, വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. നല്ലൊരു ടേബിൾ ഇപ്പോൾ തുടക്കത്തിൽ കുറച്ച് നമ്മുടെ ആവശ്യത്തിനൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സ്ഥലത്ത് നന്നായിട്ട് ഡെറ്റോളൊക്കെ സ്പ്രേ ചെയ്ത് ഒരു ടേബിളിൻ്റെ മീതെ നല്ലൊരു ക്ലോത്ത് ഇട്ട്, നല്ല വൃത്തിയുള്ള ക്ലോത്ത് ഇട്ട് അതിലും കുറച്ച് ഡെറ്റോളൊക്കെ സ്പ്രേ ചെയ്ത് ഒരു ലാമ്പ് കത്തിച്ച് വെച്ചാൽ അതിൻ്റെ അടുത്തിരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിലോട്ടൊക്കെ പോകുമ്പോഴാണ് കണ്ടാമിനേഷനൊക്കെ വരുന്നത്. ടിഷ്യൂ കൾച്ചർ കഴിഞ്ഞു, ലാമ്പ് ഓഫ് ചെയ്തു, ലാമിനാർ ഓഫ് ചെയ്തു, ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തു. ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഇത് ഒരു 10 ദിവസം കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും.